ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. യാത്ര വേറെ എവിടേക്കുമല്ല കേട്ടോ, ആന്ധ്രയിലേക്കാണ്. കേട്ടോ, ബാക്കിൽ നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട്. ആന്ധ്രയിൽ നമ്മൾ മാങ്ങ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആന്ധ്രയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി വരുന്ന സമയത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമായിരിക്കും ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് പോവാം. പിന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ സേലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് പോവാം. നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ചായൻ്റെ പ്രത്യേകത കണ്ടോ, ഇത്രയുള്ള ഗ്ലാസ് കേട്ടോ, ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റായ ബോർബോൾ. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് നേരെ പോയ സേലത്തേക്കും, ഇത് നേരെ പോയ ബാംഗ്ലൂർ. ഓക്കെ, അന്നേരം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമുക്ക് രാവിലെ അവിടെ നേരത്തെ എത്തണം. നേരത്തെ എത്തിയാലേ കാര്യമുള്ളൂ. വൈകി പോയിട്ടുണ്ട് പറഞ്ഞാൽ നാളെ അവിടെ ഹാൾട്ടാവും. നമുക്ക് മെല്ലെ വിടാം. ഇപ്പോൾ നമ്മളിപ്പോൾ സേലം കഴിഞ്ഞ് ഓമല്ലൂർ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കൃഷ്ണഗിരി പോകണം. കൃഷ്ണഗിരിയിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് വേണം നമുക്ക് പോകാനുള്ളത്. അങ്ങനെ നമ്മളൊരു പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡീസൽ അടിക്കണം. ഇതാണ് നമ്മുടെ വണ്ടി, അതാണ് നമ്മുടെ രഥം, ആന്ധ്ര പോകാനുള്ള രഥം. ഡീസൽ അടിക്കണം, ഡീസൽ അടിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുപ്പം വഴിയാണ്. ഇത് ശരിക്കും കാടാണ്, നല്ല വലിയ കാടാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ഫുള്ള് കാടാണ്. ഇത് അർദ്ധരാത്രിയൊക്കെ വണ്ടികളൊക്കെ കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കള്ളന്മാരിൻ്റെ ഒക്കെ പ്രശ്നമുള്ളൊരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ആ കാടൊക്കെ പാസ്സായി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഗേറ്റ് അവിടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ആന്ധ്ര ബോർഡറാണ്. പിന്നെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്ര ബോർഡറിൽ കൂടെയാണ്. സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റാണ് നിൽക്കാം. ചെറുതായിട്ടൊക്കെ നേരം വെളുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ആന്ധ്രാപ്രദേശില് ചിറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററും കൂടെയുള്ള ചിറ്റൂര് പറഞ്ഞ സ്ഥലം. അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ഒരു സ്ഥലത്തേക്കും അതുപോലെ തന്നെ തിരുപ്പതിക്കൊക്കെ ടേൺ ആണത്. അതാ ഇവിടുത്തെ ഹൈവേയിൽ കണ്ടത് ഇത്രയും ഹമ്പാണ്, ഇത്ര ഹമ്പാ ചാടുന്നത്. ഇതെന്താ സാധനം? ട്രെയിനിന്റെ ടയർ ഗൈസ്. ഇതാ ഹമ്പാണ് കൂടുതൽ, ഭയങ്കര ഹമ്പ്. ഇറക്കമാണ്, നല്ല ഇറക്കമാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഹമ്പ് കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ ഹമ്പ്, പൊന്നെ ഇത് വലിയ ഹമ്പാണ്. അങ്ങനെ നേരം വെളുത്തു. സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നേരം വെളുക്കുന്ന സമയത്ത് എനിക്കൊരു ഉറക്കം വരലുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന അറിയില്ല, പക്ഷെ എനിക്കൊരു ഉറക്കം വരലുണ്ട്. ഈ ഒരു 5 മണി ടു ഈ ഒരു 6 മണി, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 4 മണി തൊട്ട് ഒരു 6 മണി, ആ ഒരു ടൈമിൽ എനിക്ക് നല്ലപോലെ കൊണ്ട് ഉറക്കം വരും. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പണി എന്താണെന്നറിയോ? അതിന് ഒരേ ഒരു സമാധാനം എന്താ, ഈ ഒരു സാധനമാണ് സ്റ്റിങ്. ഇതങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ആ ഉറക്കം അങ്ങോട്ട് പോയി കിട്ടും. ഇപ്പോഴല്ല കേട്ടോ, രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറക്കം വന്നു പറഞ്ഞാൽ ഈ സ്റ്റിങ് കുടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിന് പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈ ബൈപ്പാസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ചിറ്റൂര് 18 കിലോമീറ്റർ, തിരുപ്പതി 82,
ചെന്നൈ 180. അങ്ങനെ നമ്മൾ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പതി റൂട്ടിലാണ്. അപ്പൊ നമുക്ക് തിരുപ്പതി എത്തണ്ട, അതിന്റെ തൊട്ട് മുന്നായിട്ട് ബീലേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ വന്നിട്ട് ഓട്ടോറിക്ഷ, ബൈക്ക് ഈ 2 വണ്ടികൾ പോയാലും ഫൈനാണ്. ബാക്കി വലിയ വണ്ടികൾക്ക് പോകാൻ മാത്രമാണ് ഈ റോഡ്. ഓട്ടോറിക്ഷയും ബൈക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ലെഫ്റ്റ് കാണാട്ടോ. ഈ ലെഫ്റ്റ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിനും ഒക്കെ ഉള്ള റോഡാണ് അത്. അവരവിടെ നിങ്ങോട്ട് കയറിയിട്ടുണ്ട് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഫൈൻ അടിക്കും. അതാണ് ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സംഭവം അടിപൊളി റോഡാണ്, ഒന്നും നോക്കണ്ട, കണ്ണും ചിമ്പി വിടാ. ഞാൻ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതാ 100-ലാണ്. സംഭവം അടിപൊളി റോഡാണ്, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയില് ഇത്രയും മാങ്ങ വെറുതെ ഉണ്ടാകുന്നതാ. ഇവിടെയും മാങ്ങ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും മാങ്ങ. സൂക്ഷിച്ച് നോക്കിയിട്ട് വന്നാൽ അറിയാം അതിലത്ര മാങ്ങയൊക്കെ നിൽക്കുന്നത്. 2 സൈഡും മാങ്ങയാണ്, വെറുതെ അല്ല എല്ലാവരും ആന്ധ്രയ്ക്ക് വരുന്നത് മാങ്ങ ലോഡ് ചെയ്ത്. ഗൈസ് നമ്മൾ പോകുന്നതോറും റോഡിന്റെ അളവ് ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പോവാണ്, നല്ല രസമുണ്ടല്ലോ കാണാൻ. മൊത്തം ഒരു കാട്ടുമോക്കാണ് ഗൈസ്, മൊത്തം കാട്ടുമോക്കാണ്. അതാ മൊത്തം കാട്ടുമോക്കാണ്. അതാ ഉള്ളു കാണാണ്. രാത്രിയൊക്കെ ഇത് ഒറ്റയ്ക്ക് വന്ന പ്രേതം പിടിക്കുമോ? സംഭവം തന്നെ നല്ല അടിപൊളിയായിട്ട് റോഡ് നോക്കി, സ്ട്രൈറ്റ്, എത്ര ദൂരം സ്ട്രൈറ്റ് റോഡ്, അടിപൊളി റോഡ് ഇട്ടാ, സൂപ്പറായിട്ട് നല്ല രസമുണ്ടെന്ന്. നമ്മുടെ കേരളത്തിന്റെ അതേപോലെയൊക്കെ തന്നെ എവിടെയും മാങ്ങ. ദൈവമേ, എവിടെ നോക്കിയാലും മാങ്ങയാണ് കഴിയും. ചെറിയ മരത്തിൽ എത്ര മാങ്ങ തൂങ്ങി നോക്കുക. അവിടെ നിങ്ങളുടെ വെയിലടിച്ചിട്ടാണ് നേരെ കറക്റ്റായി കാണാത്തത്. പക്ഷെ ഈ സൈഡ് തോട്ടമില്ല. ഇപ്പുറത്തുണ്ട് തോടെ, ഇവിടെ ഇഷ്ടം പോലെ മാങ്ങിയിട്ടില്ല. ചെറിയ മരത്തിലാണ് ഇഷ്ടംപോലെ മാങ്ങ. എന്തായാലും ആന്ധ്രയിലെ ഒരു നാട്ടിൻപുറത്ത് കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാഴ്ചകൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഇല്ലെങ്കിൽ പോണ സമയത്ത് നല്ല കാണാൻ പറ്റിയ അടിപൊളി കാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇത് അടിപൊളിയായിട്ട് അല്ലേ, നല്ല മഞ്ഞ കണിക്കുന്ന പോലെ ഉണ്ടല്ലേ കാണാൻ, കണിക്കുന്ന പോലെ ഉണ്ട് കാണാൻ, നല്ല രസമുണ്ട്. അപ്പൊ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല എനിക്ക്. ചോദിച്ച് പോവാ. നമ്മുടെ വായി തന്നെയാണ് നമ്മുടെ വഴിയും. അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട് എന്തായാലും പോകാനായിട്ട്. റോഡ് പിന്നെ നല്ല മോശം എന്ന് പറയാനുമില്ല, റോഡ് നല്ല റോഡ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉൾ റോഡൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഇവിടെ ആന്ധ്രയിൽ ഒരു ഉൾ റോഡാണ്, ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോണ റോഡുകളാണ്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ആയിട്ട് ചെറുതായിട്ട് ഓരോ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്ററായിട്ട് തന്നെയാണ് നല്ലത്. ഇവിടെ ഒരു വറ്റ് വരണ്ട് കിടക്കുന്ന ഒരു പുഴയോ തോടോ എന്തൊക്കെയുണ്ട് തോന്നുന്നു. കണ്ടാ, വറ്റ് വരണ്ട് കിടക്കണ ഗൈസ്. എന്തായാലും സംഭവം അടിപൊളി ആന്ധ്ര. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ ആ വഴിക്ക് പോയിട്ട് തിരുപ്പതി കഴിഞ്ഞിട്ട് നമ്മൾ റേണുകുണ്ട, റെയിൽവേ കോഡൂര്, രാജംപേട്ട, അങ്ങനെ കടപ്പാറ റൂട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഈ വഴിക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അത് രസമുണ്ട്. ഫുള്ള് മാങ്ങത്തോട്ടമാണ്, എവിടെ നോക്കിയാലും മാങ്ങത്തോട്ടമാണ്. ഇവിടെയും മാങ്ങത്തോട്ടം, ഈ സൈഡ് മാങ്ങത്തോട്ടം, അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെയും മാങ്ങത്തോട്ടം.
ഇവിടെയും മാങ്ങത്തോട്ടം. എവിടെ നോക്കിയാലും മാങ്ങത്തോട്ടമാണ്. വെറുതെ അല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഗൈസ്, നമ്മുടെ റോഡ് പിന്നെയും ചെറുതായി. ഗൈസ്, നമ്മുടെ റോഡ് പിന്നെയും ചെറുതായി വരികയാണ്. ഇത് എവിടെ പോയി അവസാനിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ കറക്റ്റ് നമ്മുടെ വണ്ടിക്ക് പോകാൻ മാത്രമുള്ള വഴിയുള്ളൂ. അവിടെ നിങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കി കൊടുക്കേണ്ടി വരും. കറക്റ്റ് വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പായിട്ട് ഇനിയിപ്പോൾ ഇനിയും കമ്മിയാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചെറിയ റോട്ടിൽ കൂടെ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കണത്. സംഭവം എത്താറായിട്ടുണ്ട്, ഇനി എത്തിയിട്ടില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു ബസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. സൈഡ് ഇറക്കി കൊടുക്കന്നെ വേണം, വേറെ വഴിയില്ല. അമ്മ ഈസി ആയിട്ട് ഇറക്കിയിട്ട് പോയി. നമ്മളിനി കയറ്റുമ്പോൾ നോക്കി കയറ്റിയില്ല പറഞ്ഞാൽ ടയറിന്റെ പണി വാളും. കണ്ടില്ലേ? ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. എങ്ങനെയുണ്ട്? ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കി കൊടുക്കേണ്ടത്. ഈ ചെറിയ റോഡിൽ കൂടെ ബസ് റൂട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിശയം. അവിടെ നിന്ന് ഒരു ചെറിയ വണ്ടി വരുന്നുണ്ട്, അതിന് നമ്മൾ സൈഡ് കൊടുക്കണം. എന്തായാലും കൊള്ളാം, കുറച്ചും കൂടെ ഉള്ളു. ഗൈസ്, ഒരു കാടളകി വരുന്നുണ്ട്. ഗൈസ്, ഒരു കാടളകി വരുന്നുണ്ട്. എന്തൊക്കെ പോയത്? മൊത്തം മാങ്ങ കൃഷി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മുടെ സൈഡാക്കിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു കടയിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൈസ കൊടുക്കാമെന്ന് അറിയില്ല, പൈസ നോക്കാതെ. ഇതാ ഈ കാണുന്ന ചെറിയ കടയിലാണ് നമ്മൾ ഫുഡ് കഴിച്ച്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്ന വണ്ടിയുടെ ആ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ടിപ്പോൾ വഴി കാണിച്ചു തരാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കണം. ഇവർ തന്നെയാണ് നമ്മുടെ പാർട്ടീസ്. ഇപ്പം എന്തായാലും ഒന്നുകൊണ്ട് പേടിക്കാനില്ല. പക്ഷെ വരുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ വഴിയൊക്കെ തെറ്റിപ്പോയോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ റോഡായിരുന്നല്ലോ. ലാസ്റ്റ് എന്തായാലും എത്തേണ്ട അവിടെ തന്നെ എത്തിയിട്ടാ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട് നമ്മുടെ പാർട്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രയിൽ തിരുപ്പതി റോട്ടിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പീലേരി പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് സുണ്ടുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ സേഫായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ബാക്കിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി പോയിട്ടുണ്ട്, ട്രാക്ടർ പോയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടി കൊണ്ട് ആ തോട്ടത്തെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ട്രാക്ടറിൽ ലോഡ് കയറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടിക്ക് മാറ്റിത്തരും. അതാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല, മിണ്ടാണ്ട് വണ്ടിയിൽ കയറുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ അവർ വന്നിട്ട് അവർ കൊണ്ടുവന്ന മാങ്ങനെ നമ്മുടെ ഈ പച്ചപ്പെട്ടിയില്ലേ, ഈ പച്ചപ്പെട്ടിയിൽ നിറച്ചിട്ട് നമുക്ക് ഫുള്ള് ലോഡാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി വിടും. അപ്പോൾ എന്തായാലും ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് പോകും തോന്നണു. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകണം. ഇല്ല പറഞ്ഞാൽ പണിയാവും. നമ്മൾ വരുന്ന വഴി നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞതാ ഒരു കാട്ടുമോക്കാണ് സംഭവം. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം നടന്നല്ലോ. ഇവിടെ എത്തിയല്ലോ, എന്തായാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് വേറൊരു പാർട്ടായിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. അപ്പോൾ അതുവരെയും ബൈ. എവിടെ നോക്കിയാലും മാങ്ങ കഴിച്ചാ മാങ്ങ പോകുന്നുണ്ടോ. ഇനി ഇത് തോട്ടത്തിലേക്കുള്ള വെള്ളം കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടതാ. ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതിനുള്ളിലുള്ള എല്ലാ മാവും തൈകൾക്കും വെള്ളം കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ്. എന്തോ ഒരു കാട്ടുമൂക്ക്, മൊത്തം കള്ളിച്ചെടിയും കാര്യങ്ങളൊക്കെയാണ്.